പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുലിന്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾക്ക് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ് ഇഷ. മാത്രവുമല്ല, രാഹുലിന്റെ ശല്യം വളരെ കൂടുതലാണ്. സ്വത്തുക്കൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ നീക്കങ്ങളെല്ലാം അയാൾ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അയാളെ സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് ഇത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അതിന് ഇഷ. ഇതിനിടയിലാണ് തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന രാഹുൽ ഇഷയുടെ അച്ഛനെ കയ്യിലെടുക്കുന്നതും ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് മുന്നിൽ ബാക്കിയാകുന്നത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല, പക്ഷേ ശ്രദ്ധിച്ചില്ല എങ്കിൽ തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തൻ്റെ അച്ഛനെ അയാളുടെ കരവലയത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഇഷ ചെയ്യുന്നത്. ഇതിനിടയിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് തിരിച്ചറിയുന്നതിനായി സാധിക്കുകയും ചെയ്യുന്നു. ഇതോടെ അഭിഷേകിന്റെ സഹായം ചോദിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഇഷ. അഭിഷേകിനെ ചെന്ന് കാണുകയും രാഹുൽ ഇപ്പോൾ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതോടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്നും അതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രഗിൾ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. അവൻ്റെ ചതിയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നതിന് നിനക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്റെ സഹായം ഇപ്പോൾ ചോദിക്കുകയാണ്. എന്നെ സഹായിക്കണം. മറ്റാരും എന്നെ ഇപ്പോൾ സഹായിക്കാൻ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കുന്ന അഭിഷേക് രാഹുലിന്റെ ചതിയെപ്പറ്റി എനിക്ക് കൃത്യമായി അറിയാമെന്നും അവൻ സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ നീക്കങ്ങൾ ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതിനുവേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതോടെ റാംമോഹനെ കയ്യിലെടുത്ത അവൻ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ പുതിയ തിരിച്ചടികളാണ് അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ടത് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതേ തുടർന്ന് രാഹുലിനെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കാര്യം അറിയാനിടയാകുന്നത് ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു രാഹുലിനെ. ഇഷ ഇപ്പോൾ കരുതിക്കൂട്ടി തന്നെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ഇതേ തുടർന്ന് തിരിച്ചടി കൊടുക്കുന്നതിനായുള്ള പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയായതിനെ തുടർന്ന് തിരിച്ച് അടിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ രാഹുൽ. ഇതോടെ അഭിഷേക് വെറുതെയല്ല മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.